വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ ആനുവൽ എക്സാമിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിനും അറിയാം. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. യെസ്, നമ്മുടെ ആനുവൽ എക്സാമിന് നമ്മുടെ സയൻസിൽ നമ്മുടെ കെമിസ്ട്രിയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതാ ഈ ഒരു കുഞ്ഞു വീഡിയോയില് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കംപ്ലീറ്റ്ലി സോലബിൾ ഇൻ വാട്ടർ? ഓക്കെ, വാട്ടറിൽ കംപ്ലീറ്റ്ലി സോലബിൾ ആയിട്ടുള്ള ആൾ ആരാന്നാ ചോദിച്ചത്. ചോക്ക് പൗഡർ, ടീ ലീവ്സ്, സോഡസ്റ്റ്, ഷുഗർ. അപ്പൊ കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ, ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഷുഗർ ആണ്. കാരണം ഷുഗർ നമ്മൾ ഇത്തിരി വെള്ളം എടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോകുന്നുണ്ട്? ഡിസപ്പിയർഡ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ്ഡ് ആവുന്നുണ്ട്. സോ ഷുഗറിനെയും സോൾട്ടിനെയും ഒക്കെ നമ്മൾ സോലബിൾ സബ്സ്റ്റൻസ് എന്നാ വിളിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ആളുകളൊക്കെ നിങ്ങൾ ഇവിടെ കണ്ട സാൻഡ് ആയിക്കോട്ടെ, ചോക്ക് പൗഡർ ആയിക്കോട്ടെ, സോഡസ്റ്റ് ആയിക്കോട്ടെ, ഇവരൊക്കെ വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ പിക്ചർ ഒന്ന് നോക്കിയേ, എല്ലാം അവിടെ തന്നെ കിടക്കുവാണ് അല്ലെ. അവരൊന്നും എന്താവുന്നില്ല, കംപ്ലീറ്റ് ആയിട്ടൊന്നും ഡിസോൾവ് ആവുന്നേ ഇല്ല, ഡിസപ്പിയർഡ് ആവുന്നേ ഇല്ല. സോ അവരൊക്കെ ആരാണ്? ഇൻസോലബിൾ ആണ്. സോ കംപ്ലീറ്റ് സോലബിൾ ആയിട്ടുള്ളതായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്ത് മാർക്ക് ചെയ്തു? ഷുഗർ മാർക്ക് ചെയ്തു. കൂട്ടത്തിൽ നിങ്ങൾ ചോക്ക് പൗഡറും ടീ ലീവ്സും സോഡസ്റ്റും ഒക്കെ ആലോചിക്കുക. ഇവരൊന്നും എന്തല്ല, സോലബിൾ അല്ല. ഇവരൊക്കെ നമുക്ക് യെസ് എന്ത് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്, സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലെ, ഫിൽട്രേഷൻ ഒക്കെ വഴി. കാരണം അവരൊന്നും സോലബിൾ അല്ല. ഓക്കെ, കൃത്യമായിട്ട് അത് നമ്മൾ നോട്ട് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഡു നോട്ട് ഹാവ് ലെസ്റ്റർ? എന്താ ലെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആ ഒരു ഷൈനിങ് അപ്പിയറൻസ്. ഇപ്പൊ മെറ്റലിന്റെ സർഫസ് ഒക്കെ, ഫ്രഷ് ആയിട്ടുള്ള സർഫസ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു ഷൈനിങ് അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇപ്പൊ അയേൺ ആയിക്കോട്ടെ, അലൂമിനിയം ആയിക്കോട്ടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, അയേൺ, ഗോൾഡ്, പേപ്പർ, അലൂമിനിയം ആണ്. അപ്പൊ അയേൺ ഉണ്ട് എന്ന് നമുക്കറിയാം, ഗോൾഡ് ഓഫ് കോഴ്സ് ഉണ്ട് അല്ലെ, അലൂമിനിയത്തിനും ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ആളെന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ ആണ്. പേപ്പറിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷൈനിങ് ഒന്നുമില്ല അല്ലെ. പേപ്പർ ഒരു പീസ് നമ്മൾ കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ എന്തെങ്കിലും തിളക്കം നമ്മൾ കാണാറുണ്ടോ? ഇല്ല. അപ്പൊ അപ്പിയറൻസിൽ വലിയ മാറ്റമൊന്നുമില്ല. സോ അതിന് മെറ്റാലിക് ലെസ്റ്റർ എന്ന് പറയുന്നത് മെറ്റൽസിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ പേപ്പറിന് അത് ഇല്ല. സോ നമ്മൾ അത് എന്ത് ചെയ്തു? അത് നമ്മൾ മാർക്ക് ചെയ്തു. അടുത്ത ചോദ്യം ഇതാണേ. Which of the following materials is transparent? Yes, stainless steel plate, glass tumbler, mirror, wooden table. ഇതിൽ ഏതാണ് ട്രാൻസ്പെറന്റ് എന്നാണ് നമ്മൾ എടുത്ത് ചോദിച്ചത്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഓർക്കുക, ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റണം. എങ്ങനെ കാണാൻ പറ്റണം? ഇപ്പൊ ഒരു ഗ്ലാസ്സിലൂടെ നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്തുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് തിങ്സ് ക്യാൻ ബി സീൻ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ഒരു ഡോറിന്റെ അകത്ത് ഒരു വുഡൻ ഡോർ ഉണ്ട്, ആ ഡോർ അടച്ചിരിക്കുകയാണെ, എനിക്ക് എന്റെ അടുത്ത് അവിടെ ഒരു വുഡൻ ഡോർ ഉണ്ട്, എനിക്ക് അപ്പുറത്തുള്ള ആളെ കാണാൻ പറ്റുമോ? ഒരിക്കലും കാണാൻ പറ്റില്ല അല്ലെ. ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് യു ആർ നോട്ട് ഏബിൾ ടു സീ, അതാണ് എന്താ? ഒപാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻ ബിറ്റ്വീൻ വരുന്ന ആളുകൾ നോക്കിയേ, നിങ്ങൾ ഈ ഗ്ലാസ്സിലൂടെ നോക്കുന്ന സമയത്ത് ഈ പിക്ചറിലേക്ക് നോക്കിയേ, അപ്പുറത്തൊരു പ്ലാന്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ ഇതാ ഇതിലൂടെ അതിനെ കാണുന്നുണ്ടോ? ഇല്ല, ഒരു ഷാഡോ പോലെയൊക്കെ നമ്മൾ കാണുന്നുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് പറയാം, മെറ്റീരിയൽസ് ത്രൂ വിച്ച് ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ബട്ട് നോട്ട് ക്ലിയർലി. അപ്പൊ ഇൻ ബിറ്റ്വീൻ വരുന്നതാണ് എന്താ? ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, യെസ്, ഇവിടെ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ഏതാന്നാ ചോദിച്ചത്? സ്റ്റെയിൻലെസ് സ്റ്റീല്. ഓഫ് കോഴ്സ് ട്രാൻസ്പെറന്റ് അല്ല, നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഗ്ലാസ് ടെംബ്ലർ, യെസ്, ഗ്ലാസ് ടെംബ്ലർ എന്താണ്? ട്രാൻസ്പെറന്റ് ആണ്. മിറർ എന്ന് പറയുമ്പോൾ നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് കാണുന്നത്, അല്ലാതെ ഓപ്പോസിറ്റ് ഉള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതും എന്തല്ല? ട്രാൻസ്പെറന്റ് അല്ല. വുഡൻ ടേബിളും ഓഫ് കോഴ്സ് എന്തല്ല? ട്രാൻസ്പെറന്റ് അല്ല. അപ്പൊ കൃത്യമായിട്ട് ഇതാ ഗ്ലാസ് ടെംബ്ലർ നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. അത് നിങ്ങൾ എന്ത് ചെയ്യാ? ഓർത്ത് വെക്കുക. ഈ ഒരു ഏരിയ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ദ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം കംപ്ലീറ്റ്ലി അല്ലെ. അതായത് എന്താണ്? ദ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് അലോ ലൈറ്റിനെ എന്ത് ചെയ്യുന്നില്ല? കടത്തി വിടുന്നില്ല. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമ്മൾ എന്താ വിളിക്കുക? ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ അതേ കാര്യം ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം അല്ലെ. ലൈറ്റിനെ കടത്തി വിടാത്ത ആളുകളായതുകൊണ്ടാണ് നമുക്ക് അതിലൂടെ ഒന്നും കാണാൻ പറ്റാത്തത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആരാണ്? ട്രാൻസ്പെറന്റ് ആയിരിക്കോ, ട്രാൻസ്ലൂസന്റ് ആയിരിക്കോ, ഒപ്പാക്ക് ആയിരിക്കോ? അവര് ഒപ്പാക്ക് ആയിരിക്കും അല്ലെ. ദ മെറ്റീരിയൽ ദാറ്റ് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം എന്നാണ്. സോ അതെന്താണ്? ഒപ്പാക്ക് ആണ്. അതേസമയം അലോ ചെയ്യുന്ന ആളുകളായിരുന്നെങ്കിൽ ആരാവുമായിരുന്നു? ട്രാൻസ്പെറന്റ് ആവുമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ liquids that dissolves in one another are called. Okay, liquids എന്ത് ചെയ്യാണ്? രണ്ട് ലിക്വിഡ്സ്, ആ ലിക്വിഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങ് മിക്സപ്പ് ആവുന്നുണ്ട്. അവർ ഇമ്മിസിബിൾ ആണ്, മിസിബിൾ ആണ്, ഇൻസോലബിൾ ആണ്, നൺ ഓഫ് ദ എബോവ് ആണ്. അപ്പൊ MCQ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും എന്താണ് ആപ്റ്റ് ആയിട്ട്, അത് തന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്?
അപ്പൊ ഇവിടെ ഈ തന്നിട്ടുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. എന്താ നോക്കിയാൽ നിങ്ങള്, നമുക്ക് ലിക്വിഡ്സിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് എന്താണ്, ഈ പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. രണ്ടാൾ എന്ത് ചെയ്യാണ്, യെസ്, രണ്ട് ലിക്വിഡ്സ് എന്ത് ചെയ്യാണ്, രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങനെ മിക്സ് ആയി കിടക്കുവാണ്. നമുക്ക് അവരെ സെപ്പറേറ്റ് കാണാനേ പറ്റുന്നില്ലെങ്കിൽ അവരെ നമ്മള് മിസ്സിബിൾ ലിക്വിഡ്സ് എന്നാ പറയാ. ഫോർ എക്സാമ്പിൾ മിൽക്കും വാട്ടറും കൂടി എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവര് മിസ്സിബിൾ ലിക്വിഡ്സ് ആണ്. അതേസമയം ഇവരെ നിങ്ങൾ നോക്കിയതാ, ഇവിടെ ഞാൻ എന്താ എടുത്തത്, ഇവിടെ ഞാൻ ഓയിലാണ്, യെസ്, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ എന്താ എടുത്തത്, ഓയിലും എടുത്തിട്ടുണ്ട്, വാട്ടറും എടുത്തിട്ടുണ്ട് അല്ലെ. ആ ഓയിലിനെയും വാട്ടറിനെയും എനിക്ക് കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങള് കൃത്യമായിട്ട് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഞാൻ എന്താ വിളിക്കാറിയോ, ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്നാ ഞാൻ വിളിക്കുക. എന്താ വിളിക്കുന്നേ, യെസ്, ഇമ്മിസിബിൾ അല്ലെ, ഇമ്മിസിബിൾ അല്ലെ, ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും, ദ ലിക്വിഡ്സ് ദാറ്റ് ഡിസോൾവ് ഇൻ വൺ അനദർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉത്തരം എന്താണ്, മിസ്സിബിൾ ലിക്വിഡ്സ് ആണ്. അപ്പൊ മിസ്സിബിൾ ലിക്വിഡ്സ് ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. അപ്പൊ ഈരിയം സോലുബിള്, ഇൻസോലുബിള്, മിസ്സിബിള്, ഇമ്മിസിബിള്, അതേപോലെ നേരത്തെ പറഞ്ഞ ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്, ഒപ്പാക്ക്, ഈ ഏരിയ ഒക്കെ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് വിൻഡ് മിൽ. എന്താണ് വിൻഡ് മിൽ, നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ കാറ്റാടി പാടങ്ങളെ പറ്റിയാ ചോദിച്ചത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇവര്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാന്നുള്ളതല്ലേ. അപ്പൊ ഈ തന്നിട്ടുള്ളതിൽ നോക്കിയാൽ നിങ്ങൾ ഓപ്ഷൻ ബി, ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി, നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കമന്റ് ബോക്സിൽ മക്കൾ കമന്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് choose the one that does not belong to the group milk, honey, oil, stone. ഇതിനകത്ത് ഏതാണ് ഓഡ് വൺ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം, മറക്കരുത്. അതുപോലെ നിങ്ങളുടെ 6 CBSE എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യാ, ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കണ്ടുമുട്ടാടാ. അതിനു മുമ്പേ എല്ലാവരും എന്ത് ചെയ്യാ, ആൻസർ കമന്റ് ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.